ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓട്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഓട്സിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും ഫൈബറും ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ചട്നി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ഞാനിതിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഓട്സ് കഴിക്കുന്നത്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഓട്സ് അവരുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ച ഓട്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാല് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓട്സിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും ലംസ് ഒന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച 1/2 കപ്പ് പാലില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ അത്യാവശ്യം നല്ല ലൂസാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അത്രയും നേരം കൊണ്ട് ഓട്സ് പാലൊക്കെ ഒബ്സോർബ് ചെയ്തിട്ട് ഈ ബാറ്റർ നല്ല തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ നമ്മളെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ മറ്റൊരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച ഓട്സ് ഇല്ല, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ബാറ്റർ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വെജിറ്റബിൾസും ഓട്സും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ്ചറില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ദിവസവും ഓട്സ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിന് എനർജി കിട്ടാനും നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ആവാനും വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കോരി ഒഴിക്കുന്ന കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ദോശമാവിനെക്കാട്ടിയും കുറച്ചുകൂടി ലൂസായിട്ടാണ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഈ സ്റ്റേജിൽ നിങ്ങൾക്കിത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. തവ ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നെയ്യായാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഓംലെറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലും കൂടുതൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചട്ടകം വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട സൈഡ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൊണ്ടും ഇതേപോലെ തന്നെ ഓംലേറ്റ് റെഡിയാക്കി എടുക്കാം. ഓട്സ് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഇത് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. അധിക പേർക്കും ഈ റെസിപ്പി അറിയുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. അപ്പോൾ ഇവിടെ നമ്മളെ ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.